തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വിശുദ്ധ 50 നോയമ്പിന്റെ 5-ാം ആഴ്ചയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. യേശു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗസൗഖ്യങ്ങളും ചെയ്തു. കാനാവിലെ കല്യാണം മുതൽ കുരുടനെ സൗഖ്യമാക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ മനുഷ്യനെയും പ്രകൃതിയെയും ശുദ്ധീകരിച്ച് വീണ്ടും പറുദീസയിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യമാക്കുക എന്നുള്ള പ്രക്രിയയാണ് നടക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ പറയുന്ന ഭൂതഗ്രസ്തന്റെ സൗഖ്യമാണ്. 3 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വിവരണമാണിത്. അവന്റെ വാസം കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമ്മി ഒടിച്ചും കളഞ്ഞു എന്ന് വായിക്കുന്നു. സദാ അലറുന്ന മനുഷ്യൻ. കല്ലുകൊണ്ട് അയാൾ സ്വയം മുറിവേൽപ്പിച്ചു. വസ്ത്രം ധരിക്കാതെയും കല്ലറകളിലുള്ള വാസം. ഇവിടെ അയാൾക്ക് സ്വബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അയാളെ ദുരാത്മാവ് ബാധിച്ചതിനാൽ ദൈവാത്മാവ് അയാളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ദുരാത്മാവ് ഉള്ളത് കൊണ്ട് യേശു ആരെന്ന് ആരും പറഞ്ഞു കൊടുക്കാതെ അയാൾക്ക് മനസ്സിലായി. അവൻ വിളിച്ചു ചോദിക്കുന്നു. 7-ാം വാക്യം, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നോട് നിനക്കെന്ത് കാര്യം? ആ മനുഷ്യന്റെ മേൽ തനിക്കുണ്ടായിരുന്ന നിയന്ത്രണത്തിന്റെ കാലാവധി കഴിഞ്ഞുവെന്ന് ദുരാത്മാവിന് മനസ്സിലായി. മനുഷ്യൻ ദൈവത്തെ സേവിക്കുന്നതിന്റെ അന്തിമ ലക്ഷ്യം നിത്യജീവിതത്തിലേക്ക് നയിക്കത്തക്ക വിധം ഏദനിൽ നഷ്ടപ്പെടുത്തിയ ദൈവ പ്രതിച്ഛായയും ദൈവ സാദൃശ്യവും നമ്മിൽ പുനർപ്രതിഷ്ഠിക്കുക എന്നതാണ്. നേരെ മറിച്ച് നാം പാപം ചെയ്ത സാത്താന്റെ അടിമത്തത്തിൽ ആയിത്തീർന്നാൽ തുടക്കത്തിൽ അസാധ്യമായി തോന്നുമെങ്കിലും അവസാനം അത് മനുഷ്യനെ വിനാശത്തിലേക്ക് നയിക്കും. പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഒരു ഭൂതബാധിതന്റെ അവസ്ഥ ആയിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ അനേക വ്യക്തികളും ഇவ்விധമുള്ള ദുർഭൂതങ്ങൾക്ക് അടിമകളായിട്ടല്ലേ ജീവിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. മദ്യപാനം, ബലാത്സംഗം, പിടിച്ചുപറി, കൊലപാതകം മുതലായ അതിക്രമങ്ങൾ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പകൽ സമയത്ത് പോലും തനിയെ സഞ്ചരിക്കാൻ ഭയക്കുന്ന കാലം. മാതാപിതാക്കൾ മക്കളെയും, മക്കൾ മാതാപിതാക്കളെയും, ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും കൊല്ലുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡനത്തിനിരയാക്കുന്ന ഭയാനകമായ കാലത്തിലൂടെയല്ലേ നാം കടന്നു പോകുന്നത്. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ചപലമായി തീർന്ന മനസ്സുമായി ജീവിക്കുന്ന മനുഷ്യർ ഭൂതഗ്രസ്തനേക്കാളും അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം നാം മനസ്സിലാക്കണം. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചപ്പോൾ അവൻ സുഖം പ്രാപിച്ചു. എന്നാൽ പന്നിക്കൂട്ടത്തിന്റെ ഉടമസ്ഥൻ തനിക്കുണ്ടായ വലിയ നഷ്ടത്തിന് കാരണക്കാരനായി യേശുവിനെ പുറത്താക്കുന്നു. ഭൂതബാധിതനുണ്ടായ സൗഖ്യത്തെക്കാൾ അവർക്കുണ്ടായ നഷ്ടമാണ് അവർ വലുതായി കണ്ടത്. ഇന്ന് നമ്മുടെയും പ്രതികരണം ഇങ്ങനെയല്ലേ? ആര് നശിച്ചാലും എനിക്ക് സുഭിക്ഷത വേണമെന്ന മനോഭാവമല്ലേ? അന്യന് നന്മ ഉണ്ടാകണമെങ്കിൽ നാം നന്മ എന്ന് കരുതുന്നതും അത്യാവശ്യമെന്ന് തോന്നുന്നതുമായ ചിലതെല്ലാം നഷ്ടപ്പെടുത്തുവാൻ തയ്യാറാകണം. നമ്മുടെ സഹജീവികൾ വേദന അനുഭവിക്കുമ്പോൾ നാം നമുക്ക് ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുവാൻ മനസ്സ് കാണിക്കണം. മറിച്ചുള്ള സ്വാർത്ഥ മനോഭാവം പാവമാണ്. ഭൂതഗ്രസ്തൻ തനിക്ക് ലഭിച്ച സൗഖ്യത്തിൽ സന്തോഷിച്ച് യേശുവിനോട് പറ്റി നിൽക്കുവാനും ദെക്കപ്പോലി നാട്ടിലെല്ലാം ദൈവത്തെ ഘോഷിക്കുവാനും ഇടയായി എന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന നന്മകൾ നമ്മുടെ കഴിവുകൊണ്ടുണ്ടായതല്ല, ദൈവ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരണമായി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ വിശുദ്ധ നോമ്പിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.